തൃശൂരിലെയും ആലത്തൂരിലെയും തോൽവി ചർച്ച ചെയ്യാൻ UDF ഏകോപന സമിതി 20-ന് ചേരും. മുരളീധരന്റെ അതൃപ്തിയും പരസ്യ പ്രതികരണവും യോഗം ചർച്ച ചെയ്യും. തൃശൂരിലെ BJP വിജയം അട്ടിമറിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ മുരളീധരൻ. അതേസമയം മുരളീധരന് അർഹമായ പരിഗണന നൽകണമെന്ന നിലപാട് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കുമുണ്ടെന്ന് സൂചന. വടകരയിൽ നിന്ന് മാറ്റി കരുതിക്കൂട്ടി തോൽപ്പിച്ചു എന്ന വികാരമാണ് കെ മുരളീധരനുള്ളത്. തനിക്കെതിരെ നീക്കം നടന്നുവെന്ന വികാരം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം വൈകിട്ടു തന്നെ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഇല്ലെന്നും മുരളീധരൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ വീട്ടിലെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിലപാട് തിരുത്താൻ മുരളീധരൻ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തൃശൂർ DCCയിൽ കൂട്ടത്തലുണ്ടായതും കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കി. ഇതുമായി ബന്ധപ്പെട്ട് DCC ഭാരവാഹികൾക്കെതിരെ പോലും നടപടിയെടുക്കേണ്ട സാഹചര്യവുമുണ്ടായി. പാലക്കാടും വയനാടും കേന്ദ്രീകരിച്ച് മുരളീധരന് വേണ്ടിയുള്ള മുറവിളി ആരംഭിച്ചതും നേതൃത്വത്തിന് തലവേദനയാണ്. ഷാഫി പറമ്പിലിന് പകരക്കാരനായി നിയമസഭയിലേക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചാൽ ലോക്സഭയിലേക്കും കുപ്പായം തുന്നിയിരിക്കുന്നവർ നിരവധിയുണ്ട്. ഇവർ മുരളീധരനെതിരായ നീക്കവും ആരംഭിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. ആലത്തൂരിൽ സ്ഥാനാർത്ഥിക്കെതിരെ DCC തന്നെ പരാതി ഉന്നയിച്ചിരുന്നു. സ്ഥാനാർത്ഥി സഹകരിച്ചില്ലെന്നും പല പരിപാടികളും തങ്ങൾക്ക് നടത്താനായില്ലെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം 20-ന് ചേരുന്ന UDF ഏകോപന സമിതിയിൽ ഉയരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.